കൊള്ളയും കൊലപാതകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പൈശാചിക കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾ അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കി വരുന്നു. വന്ന് അവസാനം കൊച്ചുകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്ക് വരെ അത് എത്തി നിൽക്കുന്നു എന്നതാണ് സത്യം. നാം നമ്മുടെ മക്കൾ നല്ല നല്ല കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാറുണ്ട്. പല വർണ്ണങ്ങളിലുള്ള നല്ല മനോഹരമായ കളിപ്പാട്ടങ്ങൾ. നമ്മുടെ മക്കൾ സന്തോഷത്തോടെ കളിക്കുന്ന ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പിശാചിൻ്റെ രൂപങ്ങളൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങൾ വിപണിയിൽ ഇന്ന് സുലഭമായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കളിപ്പാട്ടമാണ് ലബൂബു പാവകൾ. ഈ പാവകൾ ഇന്ന് തരംഗമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഇത്തരത്തിലുള്ള പാവകൾ വാങ്ങാൻ തിക്കും തിരക്കും കൂട്ടുകയാണ് ജനങ്ങൾ. 10,000 കൊടുത്തും ലക്ഷം കൊടുത്തും അത് വാങ്ങാൻ ഇന്ന് ജനങ്ങൾ തയ്യാറാണ്. ഈ പാവകൾ വാങ്ങാനായി വലിയ ക്യൂവും അടിപിടിയും ഉണ്ടാക്കി എന്നൊക്കെയാണ് വാർത്തയിൽ കേട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള അഡിക്റ്റായി മാറുന്ന ഒരു പാവകളാണ് ലബൂബു പാവകൾ. ഒരു മനുഷ്യൻ്റെ വലിപ്പമുള്ള ലബൂബു പാവ വിറ്റഴിച്ചാൽ ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഫ്ലീസി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത്തരം പാവകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുയൽ ചെവികളും ഒരു വൺസി ധരിച്ച കാപ്പിപ്പയറ് പോലുള്ള കണ്ണുകളും അരികുകൾ കൂർത്ത പല്ലുകളും ഉള്ള ഒരു കുട്ടി ഭൂതത്തെ പോലെയാണ് ഈ പാവകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹോങ്കോങ്ങിൽ ജനിച്ച് നെതർലാൻഡിൽ ഊട്ടൈസിൽ വളർന്ന പിന്നീട് ബെൽജിയത്തിലേക്ക് മാറിയ ആൻറ്റിവർപ്പിൽ സ്ഥിരതാമസമാക്കിയ കാംസിങ് എന്ന വ്യക്തിയാണ് 1972 ഈ പാവയ്ക്ക് രൂപകൽപ്പന നൽകുന്നത്. അദ്ദേഹം ഒരു കഥാപാത്രമായിട്ടാണ് ഈ ലബൂബു പാവ ആരംഭിച്ചത്. നാടോടി കഥകളും കുട്ടിക്കാലത്ത് അദ്ദേഹം ആസ്വദിച്ച പുരാണ കഥകളിൽ നിന്നുമാണ് ഈ പാവകളുടെ ആശയം. പിന്നീട് 2015 ദ മോൺസ്ട്രോസ് എന്ന തൻ്റെ പുസ്തകമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പാവകളെ സൃഷ്ടിച്ചത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ കാലം മുതൽ കാടുകളിൽ വസിച്ചിരുന്ന കുട്ടിഭൂതമാണ് ലബൂബു എന്ന് അദ്ദേഹം ലളിതമായൊരു പശ്ചാത്തലം നൽകിയിട്ടുണ്ട്. ഏകദേശം 100 ലബൂബുകളുണ്ട്. അല്പം ക്രൂരമായ രൂപഭാവമുള്ള വിശേഷിപ്പിക്കുന്ന ഇത്തരം പാവകൾ വൃത്താകൃതിയിലുള്ള രോമമുള്ള ശരീരഭാഗങ്ങൾ, വിശാലമായ കണ്ണുകൾ, കൂർത്ത ചെവികൾ, ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി രൂപപ്പെടുന്ന 9 മൂർച്ചയുള്ള പല്ലുകൾ എന്നിവയാണ് അതിലുൾപ്പെടുന്നത്. ലബൂബു കൂടാതെ മറ്റു രൂപങ്ങളും ദ മോൺസ്റ്റേഴ്സ് എന്ന ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. അതിൽ മൊക്കോക്കോ, പാറ്റോ, ടൈക്കോക്കോ, സിമോമോ, സ്പോക്കി അതിൽ ഉൾപ്പെടുന്നു. പാവകൾ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ലുങ് ചൈനീസ് കമ്പനിയായ പോക്ക് മാർട്ടുമായി ഒരു കരാർ ഉണ്ടാക്കി അതിൽ ഒപ്പുവെച്ചു. ലബൂബുവിൻ്റെ കളിപ്പാട്ട പാവകൾ നിർമ്മിക്കാനും വിൽക്കാനുമുള്ള പ്രത്യേക അവകാശം അദ്ദേഹം പോക്ക് മാർട്ടിൽ നിന്നും വാങ്ങിയെടുത്തു. ദി മോൺസ്റ്റേഴ്സ് പരമ്പരയുടെ ഭാഗമായി ലബൂബുവിനെ അവർ പുറത്തിറക്കി. ഗായിക റിയാനയും മറ്റുമുള്ള സെലിബ്രിറ്റികൾ തങ്ങളുടെ ഡിസൈൻ ബാഗുകളിൽ ലബൂബുവിനെ അലങ്കാരമായി തൂക്കി നടക്കുകയും കെ-പോപ്പ് മ്യൂസിക് ബ്രാൻഡായ ബ്ലാക്ക് പിങ്കിലെ താരങ്ങൾ അവരുടെ ഹാൻഡ് ബാഗിലും മറ്റും ലബൂബു പാവകൾ കീചെയിനായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ പാവകളുടെ പ്രശസ്തി കുതിച്ചുയരാൻ തുടങ്ങിയത്. ഇത് ലബൂബുവിൻ്റെ പോപ്പ് മാർട്ട് ഒരു വർഷം കൊണ്ട് 150% കൂടുതൽ ഉയർന്ന നിലവാരത്തിലെത്തി. നിലവിൽ 350 മില്യൺ ഹോങ്കോങ് ഡോളറിലധികം, അതായത് ഇന്ത്യൻ മണി 3.83 ലക്ഷം കോടി രൂപയുടെ മൂല്യമാണ് ഈ പോപ്പ് മാർട്ട് എന്ന കമ്പനിക്ക് സ്വന്തമായത്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പോപ്പ് മാർട്ട് കമ്പനിയായി പോപ്പ് മാർട്ട് മാറിയിരിക്കുന്നു. ഒരേ ലബൂബു പാവകളും ഓരോ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചൈനയിലാണ് ഇത് ആദ്യമായി രൂപം കൊണ്ടത്. ചൈനയിൽ കൊറോണയ്ക്ക് ശേഷം ലബൂബു പാവകൾ വിപണിയിൽ ശ്രദ്ധ നേടി. ഒരേ സമയം സന്തോഷവും ക്യൂട്ടും നിഗൂഢതകളും നിറഞ്ഞ ഈ പാവകൾ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. റഷ്യയിൽ ഈ പാവകൾ വിരോധിച്ചിരിക്കുന്നു. കാരണം ഇതാണ്: കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കും എന്നതാണ് അവരുടെ നിലപാട്. 2024 തായ്ലൻഡുകാർ ഈ പാവകൾ സമ്പത്തും പ്രശസ്തിയും കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചു. അതിൽ നിന്നും അവർ ടാറ്റുകൾ വരെ അവർ നിർമ്മിച്ചു. മനുഷ്യരെ വഴിതെറ്റിപ്പിക്കാൻ പിശാച് ജാഗരൂകരാണ്.
യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കും. ജാഗ്രത പാലിക്കാൻ അവർ തയ്യാറായിരിക്കും. ജനിച്ചു വളരുന്ന കുട്ടികളെ പൈശാചിക ശക്തിയിൽ നിന്നും നമ്മുടെ റബ്ബ് കാക്കുമാറാകട്ടെ.